ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവം ഇന്നാണ്. മകരവിളക്കിനോടനുബന്ധിച്ച മകരസംക്രമ പൂജകൾ പൂർത്തിയായി. ലാഹാസത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന തിരുവാഭരണ പ്രയാണം ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്ത് എത്തിച്ചേരും. വൈകിട്ട് 5 മണിക്ക് ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകും. മകരവിളക്ക് മഹോത്സവത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരു പൂർവ്വാധികം ഭംഗിയായി തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി അദ്ദേഹം നേരിട്ടെത്തിയാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരവും ബഹുമാനപ്പെട്ട ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുൾപ്പെടെ എല്ലാവരും നേരത്തെ തന്നെ സന്നിഹിതരായി. അതിന് നിർദ്ദേശപ്രകാരം പൂർണ്ണമായും ഒരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. നമ്മൾക്ക് തിരുവാഭരണം ഏറ്റുവാങ്ങുന്നതിന് പോകുന്നതിനും തിരുവാഭരണം ഏറ്റുവാങ്ങുന്നതിനും യാതൊരു തടസ്സമില്ലാത്ത രീതിയിലുള്ള പോലീസിന് കൃത്യമായുള്ള നടപടികൾ അപ്പോൾ ഡയറക്ഷൻ കൊടുത്ത് അവർക്കറിയാം. കൃത്യമായിട്ട് അവർ തടസ്സമൊന്നുമില്ല, കൃത്യമായി സന്നിധാനത്ത് എത്തിക്കുന്നുള്ള എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. സന്നിധാനത്ത് നിന്ന് കെ അഖിൽ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അഖിൽ, സന്നിധാനം മകരജ്യോതി ദർശനത്തിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നറിയാം. എത്രത്തോളം ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്? ഒപ്പം തന്നെ തീർത്ഥാടകരുടെയൊക്കെ വലിയ തിരക്കുണ്ടോ? ഫാരിഷ, ഒരുക്കങ്ങളൊക്കെ തന്നെ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയൊരു തിരക്ക് തന്നെയാണ് ശബരിമലയെ സംബന്ധിച്ചോളം. തീർത്ഥാടകരുടെ തിരക്ക് വലിയൊരു പ്രവാഹം തന്നെയാണ്. അതായത് കഴിഞ്ഞ ഇന്നലേക്ക് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു 65,000-70,000 താഴെയായിരുന്നു തീർത്ഥാടകർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ വെർച്വൽ ക്യൂ 50,000 പരിമിതപ്പെടുത്തി. എന്നിട്ട് പോലും 86,206 പേർ നട അടയ്ക്കുന്ന ഇന്നലെ വരെ 18-ാം പടി കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഒരു തിരക്ക് ഇന്ന് അനുഭവപ്പെട്ടു. 50,000-ൽ 30,000-ലധികം തീർത്ഥാടകർ വെർച്വൽ ക്യൂവിനേക്കാൾ അധികം തീർത്ഥാടകർ 18-ാം പടി ചെയ്തു. അതായത് കഴിഞ്ഞ ദിവസത്തെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ആളുകളൊക്കെ ഈ ഇതിലുണ്ടാവും എന്നുള്ളതാണ് ഈ കണക്കിലെ വ്യത്യാസത്തിൽ വരുന്നത്. ഇന്ന് 40,000 കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും ഈ 18-ാം പടിയും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഫ്ലൈ ഓവറും ഒപ്പം ഈ താഴെ വലിയ നടപ്പന്തലും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് തീർത്ഥാടകരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതും ഇന്നും ഒരു 70,000-നും 80,000-നും ഒക്കെ അടുത്ത തീർത്ഥാടകർ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ നിയന്ത്രണമുണ്ട്. കാരണം ഇന്ന് 11 മണി വരെ മാത്രമാണ് പമ്പയിൽ നിന്നും തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. അതിനുശേഷം തീർത്ഥാടകരെ മുകളിലേക്ക് പ്രവേശനമില്ല. പിന്നീട് മകര വിളക്ക് തെളിഞ്ഞ ശേഷം മാത്രമാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റുക. അതുപോലെ തന്നെ ഈ 18-ാം പടി കയറുന്നതിനും സമാന നിയന്ത്രണമാണ്. ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് മകരവിളക്ക് കഴിഞ്ഞ് ശേഷം മാത്രമാണ് തീർത്ഥാടകർക്ക് 18-ാം പടി കയറി വരാനുള്ള വയറി ദർശനം നടത്താനുള്ള സൗകര്യവും ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും ശബരിമലയിൽ തീർത്ഥാടകരുടെ വലിയ തിരക്ക്, വലിയ പ്രവാഹം തന്നെയാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുക്കങ്ങളൊക്കെ ഇതിനോടകം തന്നെ പൂർത്തിയായി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് തീർത്ഥാടകരുടെ. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് 41 ദിവസമുള്ള കഠിന വ്രതം എടുത്ത തീർത്ഥാടകരൊക്കെ ഒരു വലിയ വിഭാഗം തീർത്ഥാടകർ എത്തുന്നത് ഈ മകരവിളക്ക് ദർശനത്തിനായാണ്. 3 തവണ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരജ്യോതി, മകരവിളക്ക് കാണാൻ വേണ്ടിയാണ് ഇത്രത്തോളം വരുന്ന തീർത്ഥാടകർ, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നത്. ഇതിനോടകം തന്നെ നിരവധിയായ തീർത്ഥാടകർ, അതായത് ഇന്നലെ എത്തിയ തിരക്കിന് പുറമെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എത്തിയ ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്നും പോകാതെ പർണശാലകൾ പണിത ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. വലിയൊരു തിരക്ക്. നമ്മളൊക്കെ ഈ ശബരിമലയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ എവിടെയൊക്കെ കാലുകുത്താൻ സാധിക്കുന്നു ആ സ്ഥലത്തൊക്കെ കാൽപാദങ്ങൾ പതിഞ്ഞ് അവിടെയൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള കുടിലുകൾ കെട്ടാൻ സാധിക്കുന്നു അവിടെയൊക്കെ കുടിലുകൾ കെട്ടി അവൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ മകരവിളക്ക് ദർശനത്തിനായി തന്നെ ഇവിടെ കാത്തു നിൽക്കുന്ന ആ ഒരു കാഴ്ച, അതാണ് സന്നിധാനത്തെ സംബന്ധിച്ചോളം നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ഒരുക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഉന്നതതല പോലീസ്, അതായത് ശബരിമലയുടെ ചുമതലയുള്ള ADGP ആയിട്ടുള്ള MR അജിത് കുമാർ എത്തിയിട്ടുണ്ട്. IG സ്പർജൻ കുമാറുണ്ട്, ദേവസ്വം മന്ത്രിയുണ്ട്, ദേവസ്വം പ്രസിഡന്റ് തുടങ്ങിയ എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് സുഗമമായൊരു ദർശനം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉയർന്നിട്ടുന്ന പരാതി തീർത്ത് പലർക്കും ഭക്ഷണം ലഭിക്കാത്ത, അതായത് അന്നദാന മണ്ഡപത്തിൽ എല്ലാവർക്കും ലഭിക്കാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരം എന്നോണമാണ് ഇത്തവണ ഈ പറയുന്ന പാണ്ടിത്താവളത്ത്, അതായത് ഏറ്റവും കൂടുതൽ പർണശാലകൾ പണിയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഈ ദർശനത്തിനായി മകരവിളക്ക് ദർശനത്തിനായി എത്തുന്നത് പാണ്ടിത്താവളമാണ്. ആ പാണ്ടിത്താവളത്തിൽ 2 കേന്ദ്രങ്ങളിലായിട്ട് അന്നദാനം ഇത്തവണ നൽകാനായിട്ടും ദേവസ്വം ബോർഡ് അതിനുള്ള ഒരുക്കങ്ങൾ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ പാണ്ടിത്താവളത്തേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത്രത്തോളം, അതായത് ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വഴികളാണ്, നടവഴികളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ ആളുകളുണ്ട്. ഇതിന് സമീപത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പർണശാലകൾ പണിതിട്ടുണ്ട്. നിരവധിയായ തീർത്ഥാടകരാണ് ഇത്തരത്തിൽ ഈ പർണശാലകൾ അടക്കം പണികൊണ്ട് ശബരിമലയിലേക്ക് ഇവിടെ താമസിച്ച ദർശനത്തിനായി കാത്തിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ പോലീസ് സേനയുടെ വിന്യാസം
അതായത് കഴിഞ്ഞ ടൈമിലൊക്കെ 2200-ഓളമായിരുന്നു എങ്കിൽ ഇത്തവണ മകരവിളക്കിനായിട്ടുള്ള ആദ്യഘട്ടം മുതൽ തന്നെ അവസാന ബാച്ച് മുതലിട്ടപ്പോൾ 2500 പോലീസ് ഉണ്ടായിരുന്നു. പിന്നീട് 305 പോലീസുകാരെ കൂടി വർദ്ധിപ്പിച്ച് 2800-ന് മുകളിൽ പോലീസുകാരെ സന്നിധാനത്ത് മാത്രം നിയോഗിച്ചിട്ടുണ്ട്. ഇത്തവണ മകരവിളക്കിനായിട്ട് പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലടക്കം 1000 പോലീസ് ഉദ്യോഗസ്ഥരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 2800 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ NDRF ഉണ്ട്, അതുപോലെ തന്നെ കമാൻഡോ, സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്, തുടങ്ങിയ RPF തുടങ്ങിയ അങ്ങനെ കേന്ദ്രസേന അംഗങ്ങളടക്കം ഇത്തവണ ഈ ശബരിമലയ്ക്ക് മകരവിളക്ക് ഉത്സവത്തിനായിട്ട് ഇവർക്ക് സുരക്ഷ ഒരുക്കാനായിട്ടുണ്ട്. കൃത്യമായി തന്നെ തീർത്ഥാടകർക്ക് ഈ ദർശനം നടത്തി സുരക്ഷിതമായി മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ DGP സന്ദർശനം നടത്തി ഈ കണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയതാണ്. സന്നിധാനത്ത് മാത്രം 10 കേന്ദ്രങ്ങളിലാണ് ഈ മകരവിളക്ക് ദർശനം ലഭിക്കുക. ഈ 10 കേന്ദ്രങ്ങളിലെയും ദർശനം ലഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അവിടെ തീർത്ഥാടകർക്ക് വേണ്ട സുരക്ഷകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പാണ്ഡിത്താവളത്തുള്ള 2-3ഓളം വരുന്ന കേന്ദ്രങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ കൊപ്രക്കളത്തിലുണ്ട് കേന്ദ്രങ്ങൾ. അങ്ങനെ എല്ലാ സ്ഥലത്തും മകരവിളക്ക് ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി. മകരവിളക്ക് ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട്. സന്നിധാനത്ത് കണ്ടതുപോലെ തന്നെ ഒരുപാട് ഭക്തരാണ് ഇതിനോടകം തന്നെ സന്നിധാനത്തോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. കർശന സുരക്ഷയും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് K. അഖിലാണ്.